Life lets environment flow through it to maintain metabolism. ജീവൻ അതിൻ്റെ തട്ടകത്തിൻ്റെ പരിസരത്തു നിന്നും വേണ്ടത് സ്വീകരിച്ച് വേണ്ടതുപോലെ സ്വാംശീകരിച്ച് ചേർത്തുവെച്ച് വേണ്ടാത്തത് ഒഴിവാക്കി തൻ്റെ ആസ്തിക നില നിലനിർത്താനായി ചാക്രികമായി നടത്തുന്ന പ്രവർത്തനമാണ് ചയ അപചയം. ഊർജമടക്കമുള്ള ഭൗതിക പോഷണങ്ങൾ, വിന്യാസങ്ങൾ, മണ്ഡലങ്ങൾ, പ്രാണൻ, അനുഭവങ്ങൾ, പ്രവർത്തനങ്ങൾ, ബന്ധങ്ങൾ, ദൗത്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഈ പ്രവാഹ വിന്യാസം ജീവന്റെ മുഖ്യ ലക്ഷണമത്രേ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ജീവൻ എന്നത് ഒരു പ്രതിഭാസമാണ്, നമുക്കറിയാം. ഏതൊരു വ്യവസ്ഥയുടെയും സ്വയം സംഘാടനം ചെയ്യാനുള്ള അതിൻ്റെ ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു ശേഷി എന്ന് പറയുമ്പോൾ ആ ശേഷിക്ക് ഉപകരണങ്ങളാകാൻ ശേഷിയുള്ള അവയവങ്ങൾ, ശരീരം അതിനാവശ്യമാണ്. അതിന് സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം ഇത്രയും ആവശ്യമാണ് ജീവന് പ്രവർത്തിക്കാൻ. ജീവൻ ഒരു സ്വയം സംഘാടന പ്രതിഭാസമാണെങ്കിൽ കൂടി അതിന് നിലകൊള്ളാൻ അതിൻ്റെ ആ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ആസ്തിക നിലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ആവശ്യമാണ്. അതാണ് സ്ഥലം, ഒരു ഇടം വേണം. ജീവൻ നിലനിൽക്കാനുള്ള ഒരു ഇടം വേണം. കാലം, അതിന് ഒരു കാലം വേണം. രൂപം വേണം. ഭാവം വേണം. ഭവം വേണം. ഇത്രയും ഉണ്ടെങ്കിലാണ് ഒരു ജീവൻ എന്നുള്ള ആ പ്രതിഭാസത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഈ പറയുന്ന അഞ്ചും കൂടെ ചേർന്നതാണ് ജീവന്റെ തട്ടകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇവയെല്ലാം ഉണ്ട്. ശരീരത്തിന് രൂപമുണ്ട്, ഭാവമുണ്ട്, ഭവമുണ്ട്, കാലമുണ്ട്, അല്ലെ? അതൊരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ നമ്മുടെ ശരീരമാണ് തട്ടകം, ജീവന്റെ തട്ടകം. ആ തട്ടകത്തിന്റെ പരിസരത്ത് നിന്നും വേണ്ടത് സ്വീകരിച്ച് വേണ്ടതുപോലെ സ്വാംശീകരിച്ച് ചേർത്തുവെച്ച് വേണ്ടാത്തത് ഒഴിവാക്കിയാണ് തന്റെ ആസ്തിക നില നിലനിൽക്കുന്നു എന്ന അവസ്ഥ ശരീരം കൊണ്ടുപോകുന്നത്. അപ്പോ വെളിയിൽ നിന്നും വേണ്ടുന്നത് സ്വീകരിച്ച് തന്നിലൂടെ കടത്തിവിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പൊ ഞാനൊരു കുഴല് പോലെ വെളിയിൽ നിന്നുള്ളതിനെ എന്നിലൂടെ കടത്തിവിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനിടയിൽ കുറച്ചു നേരം കുറച്ച് വസ്തുക്കൾ എന്റെ ശരീരമായി നിലകൊള്ളും. കുറെ വസ്തുക്കൾ ശരീരത്തിനകത്തൂടെ വെറുതെ കടന്നു പോകും. അപ്പോ ഇങ്ങനെ എന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തിന്റെ ഇടയിൽ കുറച്ച് ഘടകങ്ങളെ, പരിസരമാകുന്ന ഘടകങ്ങളെ, പരിസരത്ത് നമ്മൾ സ്വീകരിച്ചതാണല്ലോ. അപ്പൊ പരിസരമാകുന്ന ഘടകങ്ങളെ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ സ്വാംശീകരിച്ച് ചേർത്ത് വെക്കുക എന്നൊരു പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരീരം. അപ്പൊ ശരീരം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു അതില് എല്ലാം മാറി. അപ്പൊ നമ്മുടെ ശരീരത്തില്, മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത് 7 വർഷത്തോളമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ കോശങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കുറച്ച് വസ്തുക്കൾ സ്വാംശീകരിക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരും. അതിനുശേഷം ശരീരത്തിന്റെ ഭാഗമല്ലാതെ വീണ്ടും അതിൽ നിന്നും വിട്ടു വെളിയിലേക്ക് പോകും. അപ്പോ ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ചയാപചയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നത് മാത്രമല്ല,
ഭൗതിക വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ ഭൗതികം എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഊർജം ഒരു ഭൗതിക സത്തയാണ്. ഊർജം അടക്കമുള്ള ഭൗതിക പോഷണങ്ങൾ നമ്മൾ പരിസരത്ത് നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടും നിന്നുള്ള വിന്യാസത്തെ പാറ്റേണുകൾ, പലതരം പ്രവർത്തന പാറ്റേണുകൾ, പ്രവർത്തന ക്രമീകരണങ്ങൾ, ആ വിന്യാസങ്ങളെ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു വളരെ കലുഷിതമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമാകുന്നത് കാണാൻ കഴിയും. കാരണം പുറത്തു നിന്നും നമ്മളത് സ്വീകരിക്കുന്നത്, ആ കാലുഷ്യം എന്നുള്ള, ആ ടർബുലൻസ് എന്നുള്ള, കയോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നമ്മൾ സ്വീകരിക്കുന്നത്, അത് നമ്മുടെ മനസ്സിനെ കലുഷമാക്കും, ശരീരത്തെ കലുഷമാക്കും. അപ്പോ ഭൗതിക പോഷണങ്ങൾ മാത്രമല്ല, വിന്യാസങ്ങൾ, മണ്ഡലങ്ങൾ. ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ മണ്ഡലത്തിലാണ്. നമ്മൾ ചില വ്യക്തികളുടെ അടുത്ത് പോകുമ്പോൾ, എല്ലാ വ്യക്തികളുടെ അടുത്ത് പോകുമ്പോഴും അതിന്റെ മണ്ഡലത്തിലാണ്. നമ്മളൊരു കാട്ടിനകത്ത് പോകുന്ന സമയത്ത് കാടിന്റെ മണ്ഡലത്തിലാണ്. നമ്മൾ എപ്പോഴും പലതരം മണ്ഡലങ്ങളിലാണ്. ചില മണ്ഡലങ്ങളൊക്കെ നമ്മളെ സാരമായിട്ട് പാടെ ബാധിക്കുന്നവയുണ്ട്. ഇപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും മണ്ഡലത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മണ്ഡലത്തിന്റെ അളവ്, നേരിട്ടുള്ള സ്വാധീനം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരപ്രവർത്തനങ്ങളിൽ മാറ്റം വരും. ചന്ദ്രന്റെ മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ കറുത്തവാവിനും വെളുത്തവാവിനും ഒക്കെ നമ്മുടെ ശരീരപ്രവർത്തനങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മണ്ഡലങ്ങൾ, വ്യക്തികളുടെ മണ്ഡലങ്ങൾ, ഉപകരണങ്ങളുടെ മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങൾ നമ്മുടെ അകത്തുകൂടെ പരിസരത്ത് നിന്ന് നമ്മളത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവനെ നിലനിർത്താൻ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ നമ്മൾ വെളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് യൂണിവേഴ്സൽ ഡൈനാമിസം അല്ലെങ്കിൽ പ്രാപഞ്ചിക ചലനാത്മകതയാണ്. അതിനെ നമ്മൾ എടുക്കുന്നത് പ്രാണൻ എന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെയാണ് സംഭവങ്ങളെ നമ്മൾ ചുറ്റുപാടിൽ നിന്നും എടുക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ എത്തുന്ന സമയത്ത് നമ്മളും അതുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നമുക്കുണ്ടാവുന്ന സംഭവത്തിന്റെ അനുഭവം, ആ ഭവങ്ങളെയും അനുഭവങ്ങളെയും നമ്മൾ എടുക്കുന്നുണ്ട്. ഈ അനുഭവങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ രൂപപരിണാമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അനുരൂപനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ചുറ്റുപാടും നടക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എടുക്കുന്നുണ്ട്, ബന്ധങ്ങളെ എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ദൗത്യങ്ങളെ എടുക്കുന്നുണ്ട്. ചുറ്റുപാടും ഉള്ള ദൗത്യം, ചുറ്റുപാട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ പരിസരം എന്ന് പറയുന്നത്? നമ്മൾ ഉപരിവ്യവസ്ഥയും നമ്മൾ തമ്മിലുള്ള ഇടപെടുന്ന ഇടമാണ് ഈ പരിസരം എന്ന് പറയുന്നത്. ഉപരിവ്യവസ്ഥയുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കുന്നത് സംഭവങ്ങൾ വഴിയും നമ്മുടെ ബോധം വഴിയും ഒക്കെയാണ്. പരിബോധം വഴി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമ്മളിലേക്ക് പകർന്നു തരുന്ന ധർമ്മങ്ങളാണ് നമ്മുടെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന ദൗത്യങ്ങളും വേറെ ഉണ്ടാവും. എന്താണെങ്കിലും പരിസരം നമ്മുടെ ദൗത്യങ്ങളെ നിർണയിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഊർജമടക്കമുള്ള ഭൗതിക പോഷണങ്ങൾ, വിന്യാസങ്ങൾ, മണ്ഡലങ്ങൾ, പ്രാണൻ, സംഭവങ്ങൾ, അനുഭവങ്ങൾ, പ്രവർത്തനങ്ങൾ, ബന്ധങ്ങൾ, ദൗത്യങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒട്ടേറെ വസ്തുക്കൾ, ഇൻസ്റ്റൻസസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്, പരിസരത്തുണ്ട്. ഇവയെ നമ്മിലൂടെ ഒരു പ്രവാഹം ആയിട്ട് കടത്തിവിടുക എന്നുള്ള സ്വഭാവം നമുക്കുണ്ട്, ശരീരത്തിനുണ്ട്, ജീവനുണ്ട്. അപ്പോ ജീവൻ ഉള്ള ഒരു സത്തയുടെ മുഖ്യ ലക്ഷണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജീവന്റെ ഈ കുഴലായ കടത്തിവിടൽ. ആ കുഴലായ കടത്തിവിടലിന്റെ ഇടയിലുള്ള ഒരു പ്രക്രിയയാണ് വേണ്ടത് എടുത്ത് വെച്ച് വേണ്ടാത്തതിനെ ഒഴിവാക്കി കടത്തിവിടുക എന്നുള്ളത്. ആ ഒരു പ്രോസസ്സിന്റെ പേരാണ് ചയാപചയ പ്രവർത്തനം അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത്. മെറ്റാബോളിസം ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രത്യേകതയാണ്. എന്നാൽ അത് വ്യവസ്ഥാ നിയമത്തിന്റെ തട്ടകത്തിൽ നിന്നും നോക്കുമ്പോൾ അത് വെറും എടുത്തു കൊടുത്തു വിടലല്ല, നമ്മിലൂടെ നമ്മുടെ പരിസരത്തെ, നമ്മുടെ പരിസ്ഥിതിയെ, എൻവയൺമെന്റിനെ നമ്മിലൂടെ ഒരു കുഴലുപോലെ കടത്തിവിടുന്ന പ്രവാഹ വിന്യാസം അഥവാ ഫ്ലോ പാറ്റേൺ എന്ന് പറയുന്ന ഒന്നാണ്. ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണവും അതാണ്. അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലോ പാറ്റേൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ പ്രാണനടക്കമുള്ള സർവ്വതും, പരിസരത്തുള്ള സർവ്വതും, നമ്മുടെ ജീവനെ നിലനിർത്താൻ സാധ്യമായ സർവ്വതും അതിന്റെ ഭാഗമായിരിക്കും. അപ്പോ ജീവന്റെ പ്രവാഹ വിന്യാസം നമ്മിൽ ഉണ്ടാക്കുന്ന ചയാപചയ ശേഷിയാണ് ജീവന്റെ ഒരു പ്രധാന ലക്ഷണം. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അത് എങ്ങനെയെല്ലാമാണ് ഈ ചയാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലൂടെ എന്തെല്ലാമാണ് കടന്നു പോകുന്നത് എന്നത് ഒന്ന് നിരീക്ഷിക്കുക. കൂടുതൽ ബോധ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവ സഹായിക്കും. നന്ദി, നമസ്കാരം.